സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യെശയ്യാവിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം മുതൽ വായിക്കുകയാണ്. കേൾക്കുക. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. യഹോവ അരുളിച്ചെയ്യുകയാണ്, ദൈവം അരുളിച്ചെയ്യുന്നു, മനുഷ്യർ കേൾക്കുന്നില്ല. ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ മനുഷ്യന് മനസ്സില്ല. ദൈവത്തെ നോക്കുമ്പോൾ അന്നും ഇന്നും മനുഷ്യനോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. സംസാരിക്കുന്ന ദൈവമാണ് യേശു കർത്താവ്. നിങ്ങൾക്കറിയാമോ? യേശു കർത്താവ് സംസാരിക്കുന്ന ദൈവമാണ്. നിങ്ങൾക്കറിയാമോ? അറിയാവുന്നവർ ഹല്ലേലൂയ പറയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറക്കെ പറയും. അറിയാവുന്നവർ ഹല്ലേലൂയ പറയുക. എന്തറിയാം? എത്ര പേർ അവൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട്? 5-6 പേരെയുള്ളോ? 10-20 പേരാണോ? അവൻ്റെ സ്വരം മൃദുവായതാണ്. അവൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നീ മുറിയിൽ കയറി കതകടച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന്, കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നിന്റെ ഹൃദയത്തെ തുറക്കണം. എന്നാൽ ഇന്നുള്ള മനുഷ്യർ ദൈവത്തെ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. രാവിലെ ഉണർന്നാൽ പിന്നെ എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ധരിക്കും എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇന്ന് ഏത് ജോലിയാണ് പോയി ചെയ്യേണ്ടത്, ഏത് തൊഴിൽ ചെയ്യണം, ഏത് കാര്യം ചെയ്യണം, എങ്ങനെ ബിസിനസ് ചെയ്യണം എന്ന ചിന്ത മാത്രമല്ലാതെ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ, കർത്താവെ, ഒരു പുതിയ ദിവസം നീ എനിക്ക് നൽകി, നിനക്ക് നന്ദി കരയറ്റുന്നു, അതുപോലെ ഇന്ന് നീ എന്നെ നടത്തണമെന്ന് പറഞ്ഞ് സമർപ്പിക്കുന്ന ആളുകൾ കുറവായിരിക്കുന്നു. ദൈവം മനുഷ്യരോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചിട്ട് മനുഷ്യൻ അവൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ അവൻ ആരോട് സംസാരിക്കുമെന്നാണ് പറയുന്നത്? ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി, എന്താണ് പറയുന്നത്? വളർത്തി, പോറ്റി വളർത്തുവാനിടയായി. ഇന്ന് നീ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട്, ആരോഗ്യമുള്ളവനായിട്ട് ജീവിക്കുന്നതായ ഒരു വ്യക്തിയാണെങ്കിൽ, നിനക്ക് MA-യും BA-യും ഒക്കെ പഠിക്കുവാൻ ആവശ്യമായ കൃപ ലഭിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നീ ഒരു ഡോക്ടറായാൽ, എഞ്ചിനീയറായാൽ, നല്ലൊരു അധികാരം നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി അത് നടന്നെന്നാണോ ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ്? ദൈവം നമ്മെ പോറ്റി വളർത്തിയത് കൊണ്ടാണ്. മാതാപിതാക്കൾക്ക് നമ്മെ എപ്പോഴും നോക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാമോ ഇല്ലയോ, നമ്മുടെ ചെറിയ പ്രായത്തിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കട്ടിലിൽ കിടത്തിയിട്ട് പോവുകയാണെങ്കിൽ അവർ അറിയാതെ പെട്ടെന്ന് താഴെ വീഴുവാനിടയാകും. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അതേസമയത്ത് നീയൊന്ന് വീട്, തല ഇടിച്ച് മുഴയ്ക്കുവാനിടയാകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഡോക്ടർ പറയും നിന്റെ തലയുടെ സ്കാനിങ് എടുക്കാൻ. എന്താണ്? ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നു, നമ്മെ പരിപാലിക്കുന്നു. യഹോവ ഭക്തന്മാരുടെ ചുറ്റും അവരുടെ ദൂതൻ കാവൽ ചെയ്യുന്നു. ആക്സിഡൻറ്റുകൾ, വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കാതെ, നീ വീണുപോകാതെ, നിന്റെ കൈകാലുകൾ ഒടിയാതെ ആയിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നിന്നെ പോറ്റി വളർത്തുന്നത് കൊണ്ടാണ്, സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. ദൈവമാണ് എന്നെ പോറ്റി വളർത്തുന്നതെന്ന് എത്ര ആളുകൾക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ മാത്രം നിങ്ങൾ ഉറക്കം നല്ല ശക്തിയായിട്ട് പറയുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. എൻ്റെ ബലം, എൻ്റെ ശക്തി, എൻ്റെ സമ്പാദ്യം, എൻ്റെ ജ്ഞാനം, എൻ്റെ കഴിവ് എന്നൊക്കെ ചിന്തിച്ചാൽ അജ്ഞാനമാണ്. ബലവാന്മാർ മരിച്ചു പോകുന്നു. സൗന്ദര്യമുള്ളവർക്ക് സൗന്ദര്യം നഷ്ടപ്പെടുന്നു. അനേകം യൗവനക്കാർ ലോകത്തെ വിട്ടിട്ട് പോകുന്നു. വലിയ വലിയ അധികാരികൾ, പദവിയിലുള്ളവർ, നല്ല ആഹാരം കഴിക്കുന്നവർക്ക് എത്രയോ രോഗമുണ്ടാകുന്നുണ്ട്. ഇന്ന് നീ ആരോഗ്യത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ മഹാകൃപയാണ്. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി വലുതാക്കാനിടയായി. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ എന്തു ചെയ്യുന്നുവെന്നാണ് അടുത്ത വചനം വായിക്കുക. അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. നിന്റെ സൃഷ്ടിതാവിനോട് നീ മത്സരിക്കുകയാണ്.
നിനക്ക് വേണ്ടി പ്രാണനെ നൽകിയതായ യേശുവിനോട് നീ മത്സരിക്കുന്നു. ചിലപ്പോൾ എനിക്ക് മനസ്സിലായില്ല, ആ യേശുവിനോട് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ കോപിക്കുന്നത്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആളുകളെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിന്ദിക്കുന്നത്, നിങ്ങൾ ഉപദ്രവിക്കുന്നത്? അവൻ എന്തു ചെയ്തു? ഒരു കാരണവും കൂടാതെ അവനെ ആളുകൾ വിദ്വേഷിക്കുന്നു. യേശു ക്രിസ്തു ഒരു മതമല്ല. യേശു ക്രിസ്തു ഒരു കുലത്തിന്റെ പേരിലുള്ള ദൈവമല്ല. യേശു ക്രിസ്തു സകല ജനത്തിന്റെയും കർത്താവാണ്. ഒരു സൂര്യനുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭാഷക്കാർക്കോ പ്രത്യേക ദേശക്കാർക്കോ മാത്രമുള്ളതല്ല, സകല ജനത്തിനും വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അനേകർക്ക് വിടുതലായിട്ട് രക്ഷയായിട്ടായിരിക്കുന്നു. അനേകർ അവനിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ജീവിക്കുന്നത് ഈ കാരണം കൊണ്ടാണ്. അതുപോലെ അവൻ നന്മ മാത്രം ചെയ്യുന്ന ദൈവമാണ്, ദോഷമൊന്നും ചെയ്യുകയില്ല. ദൈവം ഒരിക്കലും ആരെയും ശപിക്കുകയില്ല. നിന്റെ കൈ ഒടിഞ്ഞു പോകട്ടെ, നിന്റെ കാലൊടിഞ്ഞു പോകട്ടെ, നിന്റെ ചെവി അടഞ്ഞു പോകട്ടെ, നീ മരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ യേശുക്രിസ്തു എപ്പോഴെങ്കിലും ആരെയെങ്കിലും ശപിച്ചിട്ടുണ്ടോ? ഊമന യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് സംസാരിക്കുന്നവനായി തിരികെ പോയി. നടക്കാത്തവൻ കടന്നു വന്നിട്ട് നടക്കുന്നവനായി പോയി. ചെവി കേൾക്കാതെ ഇരിക്കുന്നവൻ വന്നിട്ട് ചെവി കേൾക്കുന്നവനായിട്ട് കടന്നുപോയി. അന്ധന്മാർ വന്നപ്പോൾ അവർക്ക് കാഴ്ച ലഭിച്ചു. ദുഷ്ടന്മാർ പോലും യേശുവിന്റെ അടുക്കൽ വന്നാൽ യേശു അവരെ സ്നേഹിക്കും, അവരോട് ക്ഷമിക്കും. ഈ ദിവസവും ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. എൻ്റെ മകനെ, നിന്റെ ഹൃദയം എനിക്ക് നൽകുക. മകളെ, നിന്റെ ഹൃദയം എനിക്ക് നൽകുക. നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നീ പൈസ തരേണ്ട, നീ വസ്ത്രദാനങ്ങൾ കൊടുക്കേണ്ട, അന്നദാനം കൊടുക്കേണ്ട കാര്യമില്ല. നീ നിന്റെ ഹൃദയം മാത്രം എനിക്ക് സമർപ്പിച്ചാൽ മതി. നീ നിന്റെ ഹൃദയത്തിൽ പിശാചിന് ഇടം കൊടുത്തതുകൊണ്ട് നിന്റെ ഹൃദയം മുഴുവനും താറുമാറായിരിക്കുകയാണ്. ജീവിതത്തിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ നീ ചെയ്യുന്നില്ല, ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. കാരണം നീ ദൈവത്തെ മറന്നുകൊണ്ട് പിശാചിന് ഇടം കൊടുക്കുന്നു. നിന്റെ ജീവിതം വെളിച്ചവും ഇരുളും ഇടകലർന്ന് ആയിരിക്കുകയാണ്. നിന്റെ ജീവിതം വെളിച്ചമാകാനാണോ ഇരുട്ടാകാനാണോ നിനക്കിഷ്ടം? നിങ്ങളോടാണ് ചോദിക്കുന്നത്. എന്നാൽ ഒരു കള്ളൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ടോർച്ച് അടിക്കുന്നു, അല്ലെങ്കിൽ ലൈറ്റ് ഇടുന്നു, ഇങ്ങോട്ട് നോക്കൂ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ്? എന്ന് വെക്കും. എന്തുകൊണ്ടാണ്? അവന് വെളിച്ചം ഇഷ്ടമല്ല, അവന് ഇരുട്ടാണ് ഇഷ്ടം. ഒരു വ്യഭിചാരിയായ മനുഷ്യൻ ഇരുട്ടിന്റെ മറപറ്റി തലയിൽ കൂടി മുണ്ടക്കെട്ട് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ജീപ്പോ ലോറിയോ വന്നിട്ട് ലൈറ്റ് ഇടുകയാണെങ്കിൽ എന്തായിരിക്കും? യാന്നും പറഞ്ഞവൻ അസഹ്യപ്പെടും. നമുക്ക് ഇരുട്ടായിരിക്കുന്ന സമയത്ത് വെളിച്ചം വരുമ്പോൾ വലിയൊരു സന്തോഷം ഉണ്ടാകുവാനിടയാകും. പാപം ചെയ്യുന്നവർക്ക് വെളിച്ചം ഇഷ്ടമല്ല, ഇരുട്ടാണ് ഇഷ്ടം. വെളിച്ചം ലോകത്തിലേക്ക് വന്നു. എന്നാൽ മനുഷ്യരുടെ പ്രവർത്തികൾ ദോഷം നിറഞ്ഞതായതുകൊണ്ട് അവൻ വെളിച്ചത്തിലേക്ക് വരില്ല. ആരാണ് വെളിച്ചം? യേശു ക്രിസ്തുവാണ് ലോകത്തിന് വെളിച്ചം. യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവരുടെ തെറ്റുകൾ വെളിപ്പെടുവാനിടയാകും. അതുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നത്, ഇങ്ങനെയുള്ള മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ വരില്ല, അവരുടെ തെറ്റുകൾ വെളിപ്പെടുവാനിടയാകും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ കടന്നു വരുന്ന സമയത്ത് ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ പാപിയാണ്, ഞാൻ ദോഷം ചെയ്യുന്നവനാണ്, ഞാൻ വ്യഭിചാരം ചെയ്യുന്നവനാണ്, ഞാൻ തെറ്റുകാരനാണെന്നുള്ളതായ ബോധ്യം അവന് ഉണ്ടാകുന്നത് കൊണ്ട് അവന് മാനസാന്തരപ്പെടുവാൻ അവസരം ലഭിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, യേശുവിൻ്റെ അരികിലേക്ക് നിങ്ങൾ വരിക, അവൻ നിങ്ങളുടെ യഥാർത്ഥമായ സ്ഥിതി വെളിപ്പെടുത്തി തരും. അതുകൊണ്ടാണ് അവൻ പറയുന്നത്. എന്നാൽ ഇന്നുള്ള ആളുകൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല, ദൈവത്തിൻ്റെ അരികിലേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ സ്നേഹിച്ച മക്കൾ, ഞാൻ പോറ്റി വളർത്തിയതായി എൻ്റെ മക്കൾ, അവർ എന്നെ അനുസരിക്കുന്നില്ല, അവർ എന്നോട് മത്സരിച്ചിരിക്കുന്നു. വീണ്ടും താഴോട്ട് വായിച്ചാൽ കാണാൻ കഴിയും, കാള തൻ്റെ ഉടയവനെയും. എന്താണ്? നാമും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പറയാറില്ലേ, കഴിച്ചിട്ട് വെറുതെ ഇരിക്കുന്ന ആളുകളെ നോക്കി നീ ഒരു കാളയെപ്പോലെയാണ് എന്ന്. എന്നാൽ കാള പോലും തൻ്റെ യജമാനൻ ആരാണെന്ന് അറിയുന്നു. കഴുത. എന്താണ്? ദേഷ്യപ്പെടുമ്പോൾ നാം എന്താണ് വിളിക്കുന്നത്? കഴുത എന്ന് വിളിക്കും. അതെ, ഒന്നിനും കൊള്ളാത്ത വേസ്റ്റായ സ്ഥിതിയിലുള്ള വ്യക്തികളെ ആയിരിക്കും നമ്മൾ കഴുത എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആയിരിക്കുന്നതായ കഴുത പോലും തൻ്റെ യജമാനനെ മനസ്സിലാക്കുന്നു. കഴുതയ്ക്ക് പോലും അത്രയും ബുദ്ധിയുണ്ട്. അതിനറിയാം അതിൻ്റെ പുൽത്തൊട്ടി എവിടെയാണെന്ന്, ഏത് യജമാനൻ്റെ കീഴിലാണ്, ആരാണെന്നെ വിലയ്ക്ക് വാങ്ങിയത്. അതുപോലെ തന്നെ കാളയ്ക്ക് അറിയാൻ കഴിയുന്നു. അത് ട്ര് എന്ന് പറയുമ്പോൾ യജമാനൻ്റെ ശബ്ദം കേട്ട് അത് ഓടുന്നു. ആ യജമാനൻ എത്ര ഭാരം അതിൻ്റെ ചുമലിൽ വെച്ചാലും യജമാനൻ കയറി ഇരുന്നിട്ട് ഡ്രെന്ന് ശബ്ദം വെക്കുമ്പോൾ അത് പോകുന്നു. കാരണം അതിനറിയാം, ഈ യജമാനൻ എനിക്ക് പുല്ല് തരുന്നുണ്ട്, എനിക്ക് ആഹാരം തരുന്നുണ്ട്, വെള്ളം തരുന്നുണ്ട്. അങ്ങനെ ഒരു ജ്ഞാനം അതിനുണ്ട്. എന്നാൽ എൻ്റെ ജനം, എൻ്റെ സ്വന്തം ജനം, ഞാൻ സൃഷ്ടിച്ചവർ, ജ്ഞാനം ഉള്ളതായ ജനം, ശ്രേഷ്ഠരായിരിക്കുന്നതായ മനുഷ്യർ തങ്ങളുടെ സൃഷ്ടികർത്താവിനെ അറിയുന്നില്ല, അവൻ്റെ വാക്കുകളെ കേൾക്കുന്നില്ല. ദൈവം ആരാണ്?
കാമ ക്രോധ മത മത്സരമില്ലാത്തവനാണ് ദൈവം. എന്നിൽ പാപമുണ്ടെന്ന് ആർക്ക് ബോധിപ്പിക്കുവാൻ കഴിയും എന്ന് കർത്താവ് ചോദിച്ചതായ സമയത്ത് ആർക്കും ഒന്നും മിണ്ടുവാൻ കഴിഞ്ഞില്ല. അവനിൽ ജന്മപാപവും കർമ്മപാപവും ഇല്ലായിരുന്നു. ഒരു വിഷയത്തിൽ പോലും അവനിൽ കുറവ് കണ്ടുപിടിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. അവനിലുള്ള പ്രത്യേകതയാണത്. കാമവും ക്രോധവും മതവും മത്സരവുമുള്ള വ്യക്തിയാകുന്നു മനുഷ്യൻ. ഒരു ദിവസം ഒരു ഗ്രാമത്തിൽ മീറ്റിംഗ് നടക്കുന്ന സമയത്ത്, മീറ്റിംഗ് കഴിഞ്ഞ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ എന്നോട് വഴക്കിന് വേണ്ടി വന്നു. എന്താണ് ഞാൻ ചോദിച്ചു, എന്താണ് സഹോദര? അപ്പോൾ വീണ്ടും എന്താണ് ഞാൻ ചോദിച്ചു, എന്താണ് സഹോദര, കാര്യം പറയുക. അപ്പോൾ ചോദിക്കുകയാണ്, എന്താണ്? മറ്റുള്ള ദൈവങ്ങളൊന്നും ദൈവമല്ലേ, യേശുക്രിസ്തു മാത്രമാണ് ദൈവം. ഞാനങ്ങനെ പറഞ്ഞോ എന്ന് ഞാൻ പറഞ്ഞോ? കാമക്രോധ മതമത്സരമില്ലാത്ത വ്യക്തിയാണ് ദൈവമെന്നാണ് ഞാൻ പറഞ്ഞത്. നീ പരിശോധിക്കുക, ആ പ്രത്യേകതയുള്ള വ്യക്തി യേശുക്രിസ്തു അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിയെയും നീ ആരാധിക്കുക. വേണ്ടെന്നാര് പറഞ്ഞു? നോക്ക്, ദൈവത്തിന് വിദ്വേഷവും ദൈവത്തിന് പകയും വെറുപ്പും ദൈവത്തിന് അസൂയയും ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സ്വഭാവമുള്ള വ്യക്തിക്ക് എങ്ങനെ ദൈവമായിട്ടിരിക്കുവാൻ കഴിയും? ദൈവം എങ്ങനെയാകും? എത്രയോ വേദനാജനകമായ കാര്യമാണ്. എത്രയോ ആളുകൾ പറയാറുണ്ട്, വിദേശത്ത് നിന്നും പലപ്പോഴും ആളുകൾ കടന്നു വന്നിട്ട് ഇവിടെ മനുഷ്യരെ മാറ്റുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് അവർ മാറ്റുന്നത്? നിങ്ങൾക്കറിയാമോ, അമേരിക്കയിൽ എവിടെയാണ് ക്രിസ്ത്യാനികളുള്ളത്? അമേരിക്കയിൽ വെറും 2% മാത്രമേ ക്രിസ്ത്യാനികളുള്ളൂ. ബാക്കിയുള്ള ആളുകൾ ചർച്ചിൽ പോലും ആകാത്ത ആളുകളാണ്. അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് എങ്ങനെ പൂർണ്ണമായിട്ട് ക്രിസ്ത്യാനികളാണെന്ന് വിളിക്കുവാൻ കഴിയും? അവർ സഭയിൽ പോകില്ല. അവർ രാവിലെ എഴുന്നേറ്റിട്ട് ഡ്യൂട്ടിക്ക് പോകും, വരും, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യും. പേരിന് മാത്രം അവർ ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥനയോ ബൈബിളോ ആലയമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കം പേരുടെ ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കാണുവാൻ പാടില്ല. മനസ്സിലാക്കണം, അമേരിക്ക യഥാർത്ഥ ക്രിസ്ത്യാനി രാജ്യമാണെന്ന് പറയുവാൻ കഴിയുകയില്ല. അമേരിക്കയിൽ ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. നമ്മുടെ ഭാരതത്തിൽ ക്രിസ്ത്യാനികളുണ്ട്. അതുപോലെ പാകിസ്ഥാനിൽ കാണുവാൻ കഴിയും, അറബ് രാജ്യങ്ങളിൽ കാണുവാൻ കഴിയും. യേശുവിന് ഒരു കുലമോ മതമോ ഒന്നും ഒരു വ്യത്യാസമല്ല. നീ അങ്ങനെ യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ, അവൻ്റെ വചനം നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ, പൂർണ്ണമായിട്ട് അവന് സമർപ്പിച്ചു കൊടുത്ത് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. നീ വിശ്വസിക്കുകയാണെങ്കിൽ, നീ അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ, വചനം പറയുന്നു നിങ്ങൾ ജീവിക്കും. ദൈവത്തിൻ്റെ വചനം ജീവൻ്റെ ഉറവയാകുന്നു. നീ അനുഗ്രഹിക്കപ്പെടും, നീ വിശുദ്ധീകരിക്കപ്പെടും, സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയും, സ്വർഗീയ അവകാശികളായിട്ട് മാറും. ആരാണോ എൻ്റെ വാക്കുകൾ കേൾക്കുന്നത്, ആരാണോ എൻ്റെ വചനപ്രകാരം ജീവിക്കുന്നത്, അവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞു. ഇന്ന് നിങ്ങൾ ആരുടെ വാക്കാണ് കേൾക്കുന്നത്? ആരാണ് നിങ്ങളോട് സംസാരിക്കുന്നത്? നിങ്ങളോട് തന്നെയാണ് പറയുക മറുപടി. യേശുവാണോ സംസാരിക്കുന്നത്? നീ മരിച്ചു പോക എന്ന് ആരാണ് സംസാരിക്കുന്നത്? കള്ളം പറയുക, സത്യം പറയരുത്. ചിലർ ചത്താലും സത്യം പറയുകയില്ല. അതാരാണ് പറയുന്നത്? ആരാണ്? കുഴപ്പമില്ല, കള്ളു കുടിച്ചോ, ദൈവം ക്ഷമിച്ചോളും എന്നാരാണ് പറയുന്നത്? സാരമില്ല, ആരും നല്ലവരല്ല, ഈ പാസ്റ്ററും നല്ലവനാണോ എന്നൊക്കെ ആരാണ് പറയുന്നത്? ആരാണ് ഇങ്ങനെ നിങ്ങളെ ഉപദേശിക്കുന്നത്? നിങ്ങൾക്ക് നന്നായിട്ടറിയാമോ? എന്നിട്ട് നിങ്ങൾ പിശാചിൻ്റെ വാക്കാണോ അതോ ദൈവത്തിൻ്റെ വാക്കാണോ കേൾക്കുന്നത്? ദാനിയേൽ എന്നൊരു യൗവനക്കാരനെ നമുക്ക് കാണാം. രാജാവിൻ്റെ ഭോജനവും രാജാവിൻ്റെ സുഖസൗകര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് അനുഭവിച്ചു കൊള്ളുവാൻ പറഞ്ഞു. അവനെന്ത് പറഞ്ഞെന്നറിയാമോ? എനിക്ക് വേണ്ട, എൻ്റെ ശരീരത്തെ ഞാൻ അശുദ്ധമാക്കുകയില്ല, ഞാൻ സത്യദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ഈ വീഞ്ഞ് കുടിക്കുകയില്ല, വിഗ്രഹാർപ്പിതമായ ഭക്ഷണം കഴിക്കുകയില്ല, എനിക്ക് ശാകാഹാരം മതിയെന്ന് പറഞ്ഞു. അത് കഴിച്ചപ്പോൾ അവൻ്റെ മുഖം വിളറിപ്പോയോ? അത് കഴിച്ചപ്പോൾ അവൻ്റെ മുഖം മാംസം കഴിച്ചവരുടെ മുഖത്തേക്കാൾ വിളങ്ങി. ദൈവത്തെ അനുസരിച്ചാൽ ആരോഗ്യവാന്മാരായിട്ടിരിക്കും. ദാനിയേലിനോട് പറഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പാടില്ല, ഒരു ദൈവത്തെയും നമസ്കരിക്കരുത്, എന്നെ മാത്രം നമസ്കരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. എന്നാൽ ശദ്രക് മേശക് അബേദ്നെഗോ പറഞ്ഞു, ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരാണ്. നിങ്ങളെയെങ്കിൽ അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞുകളയും. എറിയുക, കുഴപ്പമില്ല. നിങ്ങളെ അവൻ വന്ന് വിടുവിക്കുമോ? ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞങ്ങൾ നിങ്ങൾ പറയുന്നത് അനുസരിച്ച് അതുപോലെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. അവസാനം എന്താണ് പറ്റിയത്? മരിച്ചുപോയോ? ഇല്ലയോ? അവരുടെ നടുവിൽ ഒരുവൻ ഇറങ്ങി വന്നവരെ വിടുവിച്ചു. അവരുടെ ശരീരത്തിലെ ഒരു തലമുടി പോലും കരിഞ്ഞു പോയില്ല. അവരെ പിടിച്ചുകൊണ്ടിടുവാൻ പോയ ആളുകൾ മരിക്കുവാനിടയായി, കത്തിച്ചാമ്പലാകാനിടയായി.
എന്നാൽ അഗ്നികുണ്ഡത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ആളുകളുടെ വസ്ത്രം കരിഞ്ഞുപോയില്ല, അവരുടെ തലമുടി പോലും കരിയുവാനിടയായില്ല. നീ ആരുടെ വാക്കാണ് കേൾക്കുന്നത്? ഇന്ന് ദൈവം വേദനിക്കുകയാണ്, അവൻ ദുഃഖിക്കുകയാണ്. നോഹയുടെ കാലത്തുണ്ടായിരിക്കുന്നതായ മനുഷ്യരെ കണ്ടിട്ട് ദൈവം അനുതപിക്കുവാനിടയായി. എന്തുകൊണ്ടാണ് ഞാൻ ഇവരെ സൃഷ്ടിച്ചത്? ഇവരെ സൃഷ്ടിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇവർ വലിയവരാകുമെന്ന് വിചാരിച്ചു, എൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളാകുമെന്ന് വിചാരിച്ചു. ഇവർ അനുഗ്രഹീതരായിട്ട് ഭൂമി നിറഞ്ഞു കവിയാനാണ് ഇവരെ ഞാൻ സൃഷ്ടിച്ചത്. എന്നാൽ ഇവരുടെ ആലോചനയെല്ലാം തെറ്റിപ്പോയിരിക്കുന്നു. ഇവർക്ക് വിദ്വേഷമാണ്. എപ്പോൾ നോക്കിയാലും പരസ്പരം വിദ്വേഷിക്കുന്നു. ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്നു, ഒരാൾ മറ്റൊരാൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നു, ദോഷം ചെയ്യുന്നു, കൊലപാതകം ചെയ്യുന്നു. ഏതു സമയത്തും പരസ്പരം ഇവർക്ക് സ്നേഹമില്ല. എൻ്റെ വചനം അനുസരിക്കുന്നില്ല, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നില്ല, വചനം അനുസരിക്കുന്നില്ല, വചനപ്രകാരം നടക്കുന്നില്ല എന്ന് അന്നും ഇന്നും ദൈവം ദുഃഖിക്കുന്നതിൻ്റെ കാരണമാണ്. ആരാണോ എന്നെ കേൾക്കുന്നത് അവനെ ഞാൻ അനുഗ്രഹിക്കുവാനിടയാകും. ഈ കാക്കനാട് എന്ന ഗ്രാമത്തിൽ 40 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നെ കാണുവാനിടയായി. ഞാൻ അവനെ അനുസരിച്ചു, അവൻ്റെ വാക്കിന് വില കൊടുത്തു, അവൻ്റെ വചനപ്രകാരം ജീവിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് അവൻ്റെ ഹിതമനുസരിച്ച് ഇന്നും എനിക്ക് ജീവിക്കുവാൻ കഴിയുന്നത്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്. ഇന്ന് നീ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തെ നീ മാറ്റുന്നുണ്ടോ? എല്ലാ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന വചനം വായിച്ച് കർത്താവ് എന്നോട് സംസാരിക്കണമെന്ന് നീ അപേക്ഷിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ദൈവമേ വലിയൊരു മാറ്റം കൊണ്ടുവരണമെന്ന് അപേക്ഷിക്കുന്നുണ്ടോ? അനേക തവണയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എനിക്ക് അത് വേണം ഇത് വേണമെന്ന് ചോദിക്കുകയല്ലാതെ അവൻ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഞാൻ എന്താണ് അവനു വേണ്ടി ചെയ്യേണ്ടത് എന്ന് ഒരു തവണയെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? കർത്താവെ, ഞാൻ എങ്ങനെ ആയിരിക്കാനാണ് നീ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് എപ്പോഴെങ്കിലും നീ ഒരു തവണയെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതാകുന്നു യഥാർത്ഥമായ ക്രിസ്തീയ വിശ്വാസം. ദൈവമേ, എന്നെക്കുറിച്ചുള്ളതായ നിന്റെ ഇഷ്ടം അത് എന്താകുന്നു? ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ എന്താണ് സംസാരിക്കേണ്ടത്, എന്ത് സംസാരിക്കാൻ പാടില്ല, എവിടെ പോകണം, എവിടെ പോകുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കൂടെ നിന്ന് നീ നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുന്നവനാണ് യേശു ക്രിസ്തു. ദൈവദാസൻ നിങ്ങളോടൊപ്പം കാണില്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊപ്പം കാണും. നീ ശുദ്ധ ഹൃദയത്തോടായിരിക്കുകയാണെങ്കിൽ നീ നടക്കേണ്ടുന്നതായ മാർഗം അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അവൻ്റെ മൃദുവായ സ്വരം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അവൻ്റെ ആലോചനകളെ, നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള അവൻ്റെ വലിയ പദ്ധതികളെ അവൻ നിനക്ക് വെളിപ്പെടുത്തി തരും. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നിനക്കറിയാത്ത അഗോചരമായ വിഷയങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ആർക്കാണ്? പാസ്റ്ററിനാണോ? ചിലർ ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ പേഴ്സ് കളഞ്ഞുപോയി, അത് കിട്ടിയിട്ടില്ല, എവിടെയാണെന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമോ? ഞങ്ങൾ വീട് വാങ്ങാൻ പോവുകയാണ്, അത് വാങ്ങണമോ വേണ്ടയോ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാൻ കഴിയുമോ? ഞങ്ങളാരാണ്? ജ്യോതിഷന്മാരാണോ? എന്താണ്? ദൈവദാസന്മാർ ജ്യോതിഷന്മാരെ പോലെ പ്രവർത്തിക്കുവാൻ പാടില്ല. ഞാൻ ഞങ്ങളുടെ സഭയിലെ വിശ്വാസികൾക്കാകട്ടെ, ഞാൻ പ്രസംഗിക്കുന്ന ആളുകളോടാകട്ടെ പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിന്നോട് ദൈവം സംസാരിക്കാനിടയാകും. എന്നോട് സംസാരിച്ച ദൈവം നിന്നോടും സംസാരിക്കാനിടയാകും. ഞാൻ വലിയവരോട് സംസാരിക്കൂ, ചെറിയവരോട് സംസാരിക്കുകയില്ല എന്ന് പറയില്ല. ബാലനായ ശമൂവേലിനോട് അവൻ സംസാരിച്ചു. ഏലിയോട് സംസാരിച്ചില്ല, ബാലനായ ശമൂവേലിനോട് സംസാരിച്ച് ആ ദേശത്തെക്കുറിച്ച്, ആ രാജ്യത്തെക്കുറിച്ചുള്ളതായ ആലയത്തെക്കുറിച്ചുള്ള ആലോചനകളെല്ലാം അവനോട് അറിയിച്ചു. നിങ്ങളോട് ദൈവം സംസാരിക്കും. ചെറിയ കുട്ടികളെ, നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക. യൗവനക്കാരെ, നിങ്ങൾ ദൈവത്തെ കേൾക്കുവാൻ പഠിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിന്റെ വാക്ക് കേട്ട് വഴിതെറ്റിയ അവസ്ഥയാണെങ്കിൽ നിങ്ങൾ പശ്ചാത്തപിക്കുക. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം ചെയ്യാതെ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചിട്ട് അവസാനം നാശമായിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ വലിയ ദുഃഖമാണ് എനിക്കിപ്പോഴുള്ളത്. ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ കുടുംബത്തിൽ സമാധാനമില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. ഞങ്ങളുടെ ജീവിതം നശിച്ചിരിക്കുകയാണ്. നീ വിടുവിക്കണമെന്ന് നിങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, മാനസാന്തരപ്പെടാത്ത ഭർത്താവുണ്ടെങ്കിൽ അവനെ വിട്ടുപോകരുത്. അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അവൻ വീണ്ടും വീണുപോകുവാനിടയാകും. എൻ്റെ പിതാവ് രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി എൻ്റെ മാതാവ് 12 വർഷം പ്രാർത്ഥിക്കാനിടയായി. ഹോ, എന്തൊരു മാതാവാണ്! എത്ര വർഷമാണ്? 12 വർഷം പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായി എൻ്റെ പിതാവിനെ മാനസാന്തരപ്പെടുത്തി. ഇന്ന് എത്രയോ കുടുംബങ്ങൾ നശിച്ചു പോകുന്നുണ്ട്. ഓർക്കുക, ജ്ഞാനമുള്ളവൾ തൻ്റെ വീടിനെ പണിയുന്നു, മൂഢയായവൾ തൻ്റെ വീടിനെ പൊളിച്ചു കളയുന്നു. നിന്റെ ജീവിതത്തിൽ നീ പിശാചിന്റെ വാക്ക് കേൾക്കുന്നതായ സമയത്ത് സകലതും താറുമാറായിട്ട് പോകും.
നിനക്ക് യഥാർത്ഥ ഭർത്താവായിരിക്കാൻ കഴിയില്ല, യഥാർത്ഥ ഭാര്യയായിരിക്കാൻ കഴിയില്ല. മക്കൾ മാതാപിതാക്കളായിരിക്കുന്ന നിങ്ങളെ അംഗീകരിക്കുകയില്ല. പിന്നീട് പിശാചിൻ്റെ വാക്ക് കേട്ടതുകൊണ്ടുണ്ടാകുന്നതായ ശാപം കാരണം രോഗമുണ്ടാകുന്നു. രോഗങ്ങളില്ലാത്ത ആളുകൾ കൈകൾ ഉയർത്തുക. ശരി, ധൈര്യത്തോടെ കൈ ഉയർത്തുക. എന്താണ് ഇത്രയും ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ 200-300 പേരുകൾ മാത്രമേ ഉള്ളൂ? അയ്യോ, വചനം എന്താണ് പറയുന്നത്? പാപത്തിൻ്റെ ശമ്പളം എന്താണ്? മരണമാകുന്നു. പാപം കൊടുക്കുന്ന കൈക്കൂലിയാണ് രോഗം, അല്ലെങ്കിൽ ചെലവിന് കൊടുക്കുന്നതായ പൈസ എന്ന് വിചാരിക്കുക. എന്താണ്? പാപം വർദ്ധിക്കുന്നതനുസരിച്ച് രോഗവും വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. പുതിയ പുതിയ രോഗങ്ങൾ. ചിക്കൻ ഗുനിയ, ചിക്കൻ കഴിക്കുമ്പോൾ വരുന്നതാണെന്ന് എനിക്കറിയില്ല. സ്വൈൻ ഫ്ലൂ, പന്നിപ്പനി, അതെന്താണ്? അതും ഒരു രോഗമാണ്. കോഴിപ്പനിയും പന്നിപ്പനിയുമൊക്കെ പണ്ട് ഉണ്ടായിരുന്ന കാരണവന്മാരുടെ കാലത്തുണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. എത്ര വൈറസിൻ്റെ രോഗങ്ങളാണ് ഈ കാലത്തുള്ളത്. പല രീതിയിലുള്ളതായ മരുന്നുകൾ കണ്ടുപിടിച്ചിരിക്കുന്ന സമയത്ത് പോലും പുതിയ പുതിയ രോഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താണ്? മനുഷ്യൻ ദൈവത്തിൻ്റെ വാക്കു കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് നശിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇതുപോലെയുള്ള മീറ്റിങ്ങുകളിൽ നിങ്ങൾ കടന്നു വരുന്നത് നിങ്ങളുടെ രോഗം മാറുന്നതിന് വേണ്ടിയല്ല, രോഗത്തിന് കാരണമായ പാപം മാറുന്നതിന് വേണ്ടിയായിരിക്കണം. രോഗം മാറാൻ വേണ്ടി ദൈവദാസനോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞ് 10 രൂപ കൈ കൊടുക്കും. വീണ്ടും ആ പഴയ രോഗം വരാനിടയാകും. വീണ്ടും ദേവദാസിൻ്റെ അരികിൽ വന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ പോകും, വീണ്ടും 10 രൂപ കൊടുക്കും. അങ്ങനെ ജീവിതകാലം മുഴുവനും ചെയ്യുവാൻ കഴിയുമോ? എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വരികയാണെങ്കിൽ, നിനക്ക് അവൻ സൗഖ്യം നൽകുകയാണെങ്കിൽ, അത് എന്നേക്കുമുള്ളതായ പരിപൂർണ സൗഖ്യമായിരിക്കും. നമ്മുടെ ഇടയിലുണ്ടായിരുന്ന ഒരു സഹോദരി ക്യാൻസറിനാൽ ഭാരപ്പെട്ടപ്പോൾ ദൈവം പരിപൂർണ സൗഖ്യം കൊടുത്തു. സാധാരണ ക്യാൻസർ വന്നു പോയാൽ പിന്നെ വീണ്ടും 2-3 വർഷം കഴിഞ്ഞിട്ട് വരുമെന്നാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് എത്ര വർഷമായി? 10 വർഷമായിരിക്കുന്നു. ദൈവം പരിപൂർണമായ വിടുതലാണ് കൊടുത്തത്. അതിനുശേഷം തൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ഇപ്പോൾ 10 വർഷമായിരിക്കുന്നു. തൻ്റെ ശരീരത്തിൽ എവിടെയും ആ ക്യാൻസറിൻ്റെ യാതൊരു ലക്ഷണം പോലുമില്ല. അവരിപ്പോൾ കുടുംബമായിട്ട് ചേർന്നിട്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക് ഭാഗമായിട്ട് താങ്ങായിട്ട് നിൽക്കുന്നു. അതുപോലെ ഞങ്ങളുടെ സഭയിൽ മറ്റൊരു വ്യക്തി മദ്യപാനി ഉണ്ടായിരുന്നു. മദ്യപിച്ച് ആ കുടുംബം മുഴുവനും നശിപ്പിക്കുവാനിടയായി. എന്നാൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന് വചനം കേട്ട് വിശ്വസിച്ച് അവരുടെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞതിന് ശേഷം തീരുമാനമെടുത്തു മദ്യപിക്കുകയില്ല എന്ന്. ഇപ്പോൾ എത്ര പേർ നിർബന്ധിച്ചാലും എന്തെല്ലാം ഫോഴ്സ് ചെയ്താലും ആ മദ്യം തൊടുക പോലും ചെയ്യാതെ അന്നെടുത്തതായ തീരുമാനം 10-30 വർഷമായിട്ട് ഇന്നും കാത്ത് സൂക്ഷിച്ച് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കുന്നവരുണ്ട്. എല്ലാ മീറ്റിങ്ങിലും വന്നിട്ട് തീരുമാനമെടുക്കുന്ന ആളുകളെ കാണാറുണ്ട്. ഒരാൾ പറഞ്ഞു, ഞാൻ സിഗരറ്റ് വലി നിർത്തി. എപ്പോഴാണ് നിർത്തിയത്? രാവിലെ മുതൽ നിർത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, നീ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കടന്നു വരണം. അങ്ങനെ അടുത്ത ദിവസം കടന്നു വന്നു. ഇപ്പോൾ സിഗരറ്റ് വലി നിർത്തിയെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ വീണ്ടും നിർത്തി. എപ്പോൾ മുതലാണ്? ഇന്ന് ഉച്ച മുതൽ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉപേക്ഷിക്കുക, വീണ്ടും ചെയ്യുക, ഉപേക്ഷിക്കുക, വീണ്ടും ചെയ്യുക. അതുപോലെ രോഗം വരിക, പോവുക, അങ്ങനെയൊന്നുമല്ല. നീ ദൈവത്തിൻ്റെ വചനം കേട്ടാൽ സൗഖ്യം ലഭിക്കാനിടയാകും. നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ഞാനാകുന്നു എന്നവൻ പറഞ്ഞു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ സത്യം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാത്തത് കൊണ്ട് ഇന്ന് എന്നെപ്പോലെയുള്ളതായ ദൈവദാസന്മാരിൽ കൂടി ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വാക്കുകൾ നിങ്ങൾ കൈക്കൊള്ളുകയാണെങ്കിൽ, ഇത് ദൈവത്തിൻ്റെ വചനമായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. പിന്നീട് ദൈവം നിങ്ങളോട് നേരിട്ട് സംസാരിക്കാനിടയാകും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുടുംബം പണിയപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും. ഈ സമയത്ത് ഈ വചനം കേൾക്കുന്നവരിൽ എത്ര കഷ്ടതയിൽ കൂടി ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്ന ആളുകളുണ്ട് എന്ന് എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം മാത്രം നിങ്ങൾ കർത്താവിനോട് പറയുക, കർത്താവേ, ഞാൻ ഈ ദിവസം മുതൽ നിന്റെ വാക്ക് കേൾക്കാം. നിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ ഞാൻ അനുസരിക്കും. എന്നോടൊപ്പം ചേർന്ന് പറയുക, നിന്റെ വാക്ക് ഞാൻ കേൾക്കും. ചില കുട്ടികൾ കുസൃതി കാണിക്കുമ്പോൾ അമ്മമാർ തല്ലാറുണ്ട്. എന്നിട്ട് പറയും, എടാ പറഞ്ഞാൽ കേൾക്കാമോ എന്നിട്ട് തല്ലുമ്പോൾ, മമ്മിയെ കേൾക്കാം, ഞാൻ അനുസരിക്കാം എന്ന് പറയും. അതുപോലെ തന്നെ ഇപ്പോൾ ദൈവത്തോട്, കർത്താവേ, ഇനിയും നീ എന്നെ തല്ലരുതേ, എനിക്ക് വേദനയാകുന്നു, എനിക്ക് രോഗം വേണ്ട, എനിക്ക് ഭാരം വേണ്ട, ഇന്നു മുതൽ ഞാൻ നിന്റെ വാക്ക് കേൾക്കാം എന്ന് പറയണം. അമ്മമാർ എന്തു ചെയ്യും? എന്താണ് ചെയ്യുന്നത്? അടിച്ച പാടുകളിലൊക്കെ മരുന്ന് പുരട്ടി എണ്ണയൊക്കെ തേച്ച് എന്താണ് നല്ല സ്വീറ്റൊക്കെ കൊണ്ടുവന്ന്, മോനെ, എന്തിനാ നീ എപ്പോഴും ഇങ്ങനെ അനുസരണക്കേട് കാണിക്കുന്നത്? നിന്നെ അടിക്കുമ്പോൾ എനിക്കാണ് സങ്കടം കൂടുന്നത്.
ഇനി അനുസരണക്കേട് കാണിക്കരുത് കേട്ടോ. കുറച്ചുകൂടെ നല്ലൊരു മമ്മിയാണെങ്കിൽ സോറി ബേബി, നിന്നെ അടിച്ചതിനിടനോട് ക്ഷമിക്കണം എന്ന് പറയാനിടയാകും. യേശുവും അതുപോലെയാണ്. നാം സങ്കടപ്പെടുമ്പോൾ അവൻ സന്തോഷിക്കുന്ന ദൈവമല്ല, നാം വേദനിക്കുമ്പോൾ സന്തോഷിക്കുന്നതായ ഒരു ദൈവമല്ല. അവൻ മനഃപൂർവ്വം മനുഷ്യന് ദോഷം ചെയ്യുന്നതായ അല്ലെങ്കിൽ ദുഃഖം വരുത്തിവെക്കുന്നതായ ദൈവം അല്ല. കർത്താവ്, നിന്റെ വാക്ക് ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന് നിനക്ക് അവൻ്റെ തോളിലിരിക്കാം, അവൻ്റെ മടിയിലിരിക്കാം, അവൻ്റെ മാറോട് ചേർന്ന് അവൻ്റെ ആശ്വാസം പ്രാപിക്കാം. പലപ്പോഴും നാം ദുഃഖത്തിലായിരിക്കുമ്പോൾ, നാം രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പിശാച് നമ്മെ വീണ്ടും ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കഷ്ടതയിൽ നീ ദൈവത്തോട് അടുത്ത് ചെന്നാൽ അവൻ നിന്നെ ആലിംഗനം ചെയ്യും. നിനക്ക് നഷ്ടമായതെല്ലാം കർത്താവ് തിരികെ നൽകാനിടയാകും. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നഷ്ടമായവയെക്കുറിച്ചൊരു ലിസ്റ്റ് എഴുതുക. ആ നഷ്ടമായവ എല്ലാം തന്നെ കർത്താവ് എനിക്ക് തിരികെ നൽകണമേ, ഞാൻ നിന്റെ വാക്ക് കേൾക്കാമെന്ന് പറയുക. അവ നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ പിന്നെ എന്നോട് വന്ന് ചോദിക്കുക. മദ്രാസിൽ വന്ന് ചോദിക്കണം, ഞാൻ ഇങ്ങോട്ട് വരില്ല. നിങ്ങൾക്ക് നഷ്ടമായവയെല്ലാം, നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഗർഭഫലം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായവയെല്ലാം തിരികെ നൽകുന്നതിന് വേണ്ടി ദൈവം മതിയായ ദൈവമാകുന്നു. അതാണ് ദൈവത്തിൻ്റെ മഹത്വമെന്ന് പറയുന്നത്. യേശുവേ, ഞാൻ നിന്നെ അനുസരിക്കാം ഇന്നു മുതൽ. ഞാൻ പറയുന്നത് ഏറ്റുപറയാതെ പൂർണ്ണമായിട്ട് മനസ്സോടെ പറയുക. വെറുതെ ഏറ്റുപറയാതെ ദൈവത്തോട് മനസ്സോടുകൂടെ പറയുക, കർത്താവേ, ഞാൻ നിന്റെ വാക്ക് കേൾക്കാം. തലകളെ വണക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കുമാറാകണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ആളുകളുണ്ട് കർത്താവേ. ഞങ്ങൾക്ക് ആശ്രയമാരുമില്ലപ്പാ, നീ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയം. നീയാണ് ഞങ്ങളുടെ സഹായം, നീയാണ് ഞങ്ങളുടെ പിതാവ്. നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് നിന്റെ മക്കൾ കരമുയർത്തിക്കൊണ്ട് കർത്താവേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥന കേൾക്കണമേ, അവരുടെ ഹൃദയത്തിലെ വേദന നീ കാണണമേ. നിരാശപ്പെട്ടു പോകുന്നുണ്ട് കർത്താവേ, ജീവിതം വ്യർത്ഥമായിരിക്കുന്നു, മനസ്സിന് യാതൊരു സ്വസ്ഥതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെ ദർശിക്കണമേ കർത്താവേ. ഈ സമയത്ത് സ്വർഗത്തിൻ്റെ ശക്തിയെ അയച്ചുകൊണ്ട് നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ഞാനാകുന്നു എന്നു നീ അവരോടിപ്പോൾ പറയുമാറാകണമേ. എയ്ഡ്സ് കാരണം, HIV കാരണം ഇന്ന് ആരൊക്കെയാണോ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ളവരെ നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടുത്തുകയാണ്. ഏതു കുടുംബത്തിലാണ് പിശാച് കടന്നു വന്നിട്ട് അവരുടെ സമാധാനം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്, വിവാഹമോചനം ചെയ്യുന്നതിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്നു, വേർപെട്ട് ജീവിക്കുന്നു, അങ്ങനെയുള്ള എല്ലാ ആളുകളെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഐക്യപ്പെടുത്തുകയാണ്. ഈ ദിവസം അവരുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് കർത്താവേ, നീ പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കുവാൻ ആവശ്യമായ കൃപ അവരുടെ ജീവിതത്തിൽ നീ നൽകുമാറാകണം. പലവിധമായ ബന്ധനങ്ങളിൽ അകപ്പെട്ട കുടുംബങ്ങളെ, പിശാചിന്റെ പ്രവൃത്തികൾ ഉള്ളതായ കുടുംബങ്ങളിൽ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വലിയ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. പാപത്താൽ വരുത്തിവെച്ചിരിക്കുന്ന രോഗങ്ങൾ, ദുശീലത്താൽ വരുത്തിവെച്ചിരിക്കുന്ന പലവിധമായ രോഗങ്ങൾ, അതുപോലെ എത്രയോ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. മാരകമായ രോഗത്താൽ ഭാരപ്പെടുന്ന കൊച്ചുകുട്ടികൾ മാരകരോഗത്താൽ ഭാരപ്പെടുന്നു. യൗവനക്കാരായവർ മാരകരോഗത്താൽ ഭാരപ്പെടുന്നു. അതിൻ്റെ കാരണം എന്തു തന്നെയായാലും, പിശാചിൻ്റെ ബാധയാണെങ്കിലും, അങ്ങനെയുള്ളവരെ ഈ സമയത്ത് നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. പരിപൂർണ വിടുതൽ കൊടുക്കണമേ. എല്ലാ മക്കൾക്കും സൗഖ്യം കൊടുക്കുമാറാകണമേ. എല്ലാ കുടുംബത്തിനും സ്വസ്ഥത കൊടുക്കുമാറാകണമേ. ഓരോ സഭകളെയും നീ അനുഗ്രഹിക്കണമേ. ഭിന്നത ഉള്ളവരായിട്ടല്ലാതെ ഐക്യതയോടുകൂടി കർത്താവിൻ്റെ വരവിനു വേണ്ടി കാത്തിരിക്കുവാൻ അവരെ സഹായിക്കണമേ. പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ദൈവവേലയിൽ മുൻപോട്ട് പോകുവാൻ അവരെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾ നടക്കുവാൻ എല്ലാ മക്കളും മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ പൈതങ്ങളായി മാറുവാൻ നിന്റെ മഹാകൃപ ഞങ്ങളുടെ എല്ലാവരുടെ മേൽ അയക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ
സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ